നമ്മുടെ എല്ലാ ഫ്രണ്ട്സും കൂടെയാണ് രാത്രി ഊണ് കഴിയുമ്പോൾ തോന്നുന്ന സിനിമയ്ക്ക് പോകണം. മതിലിയാടിയാണ് പോണത്. മതിലിയാട് തിരിച്ചു വരുമ്പോൾ മതിലിയാട് പോകുമ്പോൾ മതിലിയാടിൻ്റെ അല്ലേ, പോകുമ്പോൾ ഗേറ്റ് ഓപ്പൺ ആയി തിരിച്ചു വരുമ്പോൾ മതിൽ മാത്രമാണെങ്കിൽ നല്ലൊരു പേരമരം ഉണ്ട് അവിടെ. പേരമരത്തിൽ കൂടെ ചവിട്ടി മുകളിൽ കയറി പുറത്ത് വരാം. യു ടേക്ക് എ ഹാർട്ട് അറ്റാക്ക്. ഹാർട്ട് അറ്റാക്കിൽ 50% പേഷ്യൻസ് ആർ നോട്ട് ഏബിൾ ടു റീച്ച് എ ഹോസ്പിറ്റൽ ബിഫോർ ദാറ്റ് ദേ ഡൈ. ക്യാൻസർ പേഷ്യൻറ്റ് നമ്മൾ തല്ലിക്കൊന്നാലും ചാവില്ല അൺലെസ് യു ടേക്ക് എ ഡിസിഷൻ നോട്ട് ടു ഗോ ടു ഹോസ്പിറ്റൽ. ക്യാൻസർ ജനറ്റിക് ടെൻഡൻസി അല്ല, എല്ലാ ക്യാൻസറും ഇപ്പോൾ എടുക്കുകയാണെങ്കിൽ എല്ലാം പാരമ്പര്യമൊന്നുമില്ല. ഓൺലി 5 to 10% ഉള്ളൂ നമുക്ക് പാരമ്പര്യം എന്ന് പറയാനായിട്ട്. പക്ഷേ ജനങ്ങളുടെ മനസ്സിലെങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു വീട്ടിലൊരാൾക്ക് ക്യാൻസർ കണ്ടുപിടിച്ചാൽ ആ വീട്ടിൽ തന്നെ കല്യാണം നടക്കാൻ ഭയങ്കര പാടാണ് ഇപ്പോഴും. ഈവൻ നൗ നമ്മൾ ആവശ്യപ്പെടാതെ നമ്മുടെ വീട്ടിൽ ശബരിമലയിലെ പ്രസാദവും വേളാങ്കണ്ണി മാതാവിൻ്റെ രൂപവും മക്കേ സംസം വെള്ളവും കൊണ്ടുതരാനായിട്ട് എന്ന ആൾക്കാരുണ്ടാകുമോ വിത്തൗട്ട് യു ആസ്കിങ് ഫോർ ദാറ്റ്, then your life is complete successful. നമ്മുടെ ഈ ഒരു കംപ്ലീറ്റ് ജനറേഷൻ്റെ ഹെൽത്ത് ഇഷ്യൂസ്, നോട്ട് ബീങ് വിത്ത് നേച്ചർ, നോട്ട് ഗോയിങ് ഔട്ട് ആൻഡ് പ്ലേയിങ്, നോട്ട് ഹാവിങ് ഹോം കുക്ക് ഫുഡ്, ഇതൊക്കെയാണ് ക്യാൻസറിലേക്കും അല്ലാതുള്ള ബാക്കിയുള്ള ഡിസീസസിലേക്കും എത്തിക്കുന്നതല്ലേ സർ? നമ്മുടെ ലൈഫ് സ്റ്റൈൽ ചേഞ്ച് എല്ലാം കോൺട്രിബ്യൂട്ട് ചെയ്യാം. സാർ എപ്പോഴും പറയാറുണ്ട് പൊറോട്ടയും ബീഫാണ് ഏറ്റവും ഡാമേജിങ്. അതെ, ഇപ്പോൾ പ്രത്യേകിച്ച് എൻ്റെ മേഖലയിലേക്ക് കടന്നു വരികയാണ്, ക്യാൻസറിനെ കുറിച്ച് കടന്നു വരികയാണെങ്കിൽ ലോട്ട് ഓഫ് ചേഞ്ചസ് ഈസ് ഹാപ്പനിങ് അല്ലേ. ആ ചേഞ്ച് ഒന്ന് രണ്ട് ഫൈൻഡിങ്സ് വിച്ച് വി ആർ സീയിങ് ഈസ് നമുക്ക് ക്യാൻസർ കൂടുന്നുണ്ട്. ദാറ്റ്സ് വൺ തിങ് വി ഹാവ് ടു ആക്സെപ്റ്റ്. ഇറ്റ്സ് എ ഫാക്ട്. ഓൺ ദി റൈസ്. അതേ സമയത്ത് പണ്ട് വി തോട്ട് ഈസ് റയർ, ദർ ഇസ് ബിക്കം കോമൺ നൗ. Types of cancers. For example, liver cancer, colon cancer, വൻകുടൽ ക്യാൻസർ, ഇതൊന്നും അത്ര റാമ്പൻ്റ് അല്ല. പ്രോസ്റ്റേറ്റ് ക്യാൻസർ മെയിലിൽ അതൊരു ഭാഗം. പിന്നെ ഉള്ളത് ഏജാണ്. എക്സാമ്പിൾ ബ്രസ്റ്റ് ക്യാൻസറാണ്. പണ്ട് 45 years 50 years മുകളിൽ മാത്രം നമ്മൾ വിചാരിച്ചുകൊണ്ടിരുന്ന ക്യാൻസർ ഇന്ന് നമുക്ക് 20 years 22 years ഇഷ്ടംപോലെ പേഷ്യൻസ് ഉണ്ട് ഹു ആർ സോ യങ്, പല ക്യാൻസേഴ്സും. അപ്പോൾ ആ ചേഞ്ചിൻ്റെ ആ ഏജ് ഗ്രൂപ്പൊക്കെ ഡിഫറെൻ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ പോയിൻ്റ് ഔട്ട് ചെയ്യുമ്പോഴും വേർ വി ആർ ഗോയിങ് റോങ് എന്നുള്ള ചോദ്യം വരും. നമുക്ക് അന്ന് പറയുമ്പോൾ നമ്മൾ എടുത്തുവഴി പറയുന്നത് കൊണ്ടാണ്. നമ്മൾ വി ഹാവ് നെവർ തോട്ട് ഓഫ് യു മീൻ വാട്ട് ഓൾ വി ക്യാൻ ഡു ഇൻ ക്യാൻസർ. നമ്മൾ എപ്പോഴും പറഞ്ഞാൽ അസുഖം വരട്ടെ ഞാൻ ഐ വിൽ ട്രീറ്റ്. അപ്പോൾ നമ്മൾ എന്നും ഈ ട്രീറ്റ്മെൻറ്റിൻ്റെ അഡ്വാൻസസും ട്രീറ്റ്മെൻറ്റിൽ വരുന്ന ചേഞ്ചസും അതുമൂലം ഉണ്ടാകുന്ന സക്സസ്സൊക്കെ നമ്മൾ കൗണ്ട് ചെയ്യാറുള്ളൂ, നമ്മൾ ഫോളോ ചെയ്യാറുള്ളൂ. നമ്മളതിന് മുമ്പിലത്തെ രണ്ട് കാര്യങ്ങൾ നമ്മൾ വി സ്ട്രൈറ്റ് അവേ ഡോണ്ട് ഡു ആൻഡ് വി ഡോണ്ട് ആക്സെപ്റ്റ്, ഓർ ഇഫ് വി നോ ഇറ്റ് വി ഫീൽ ദാറ്റ് ഇറ്റ്സ് നോട്ട് നൺ ഓഫ് അവർ ജോബ് ടു ഡു ദിസ് എന്നുള്ള മട്ടിൽ നമ്മൾ പോകുന്നത്. ഇത് പ്രിവെൻഷനാണ്. പ്രിവെൻഷനും ഏർലി ഡിറ്റക്ഷനും രണ്ട് സാധനം നമ്മുടെ മുമ്പിലുണ്ട്. പക്ഷെ അത് നമ്മൾ ഡിസ്കസ് ചെയ്യാറുമില്ല. നമ്മളത് ഡിസ്കസ് ചെയ്താൽ തന്നെ വി ഡോണ്ട് മേക്ക് ഇൻ ടു പ്രാക്ടിക്കൽ. അപ്പോൾ നമുക്ക് പ്രിവെൻഷൻ ആൻഡ് ഏർലി ഡിറ്റക്ഷനിൽ ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ പ്രിവെൻഷൻ ഓഫ് കോഴ്സ് ഇസ് ഹെൽത്തി ഫുഡ്, എക്സസൈസ്. നമ്മുടെ പ്രിവെൻഷനിൽ നമ്മൾക്ക് 2-3 കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് പറഞ്ഞാൽ 30% ക്യാൻസേഴ്സ് ആർ പ്രിവെൻറ്റബിൾ. 30%. അതൊരു വലിയൊരു നമ്പറാണ്. 30%. നമ്മുടെ നമ്മുടെ ഇവിടുത്തെ കോമണസ്റ്റ് ക്യാൻസേഴ്സ് വിച്ച് വി സീൻ കേരള ആർ ഒന്ന് മെയിൽസിൽ വടി കോളസ് ഹെഡ് ആൻഡ് നെക്ക് ക്യാൻസേഴ്സ്, വായിക്കകത്തെ കഴുതിലൊക്കെ വരുന്ന ക്യാൻസർ, തൊണ്ടയിലൊക്കെ വരുന്ന ക്യാൻസറുകളും ലങ് ക്യാൻസറുമാണ്. സ്മോക്കിംഗ്. ഇത് രണ്ടും കൾപ്പിറ്റ് ഈസ് ടൊബാക്കോ. ഫീമെയിൽസിൽ കോമണസ്റ്റ് എന്ന് പറഞ്ഞാൽ ബ്രസ്റ്റ് ക്യാൻസറാണ്. അതിൻ്റെ സെക്കൻഡ് കോമണസ്റ്റ് നൗ ഈസ് സർവൈക്കലാണ്. പക്ഷേ ഫാസ്റ്റ്ലി ഓവേറിയൻ ക്യാൻസർ ഈസ് ക്യാച്ചിങ് അപ്പ്. സോ ഒരു 10 years കഴിഞ്ഞാൽ ഓവേറിയൻ ക്യാൻസർ വിൽ ബി ദ സെക്കൻഡ് കോമണസ്റ്റ്. പ്രിവെൻഷനിൽ നമ്മൾ പറയുന്ന 3-4 സ്റ്റെപ്സാണ്. നോ ടൊബാക്കോ പ്രോഡക്ട്സ്, നോ ആൽക്കഹോൾ. കാർഡിയോളജിസ്റ്റ് ചിലപ്പോൾ പറയും കുറച്ച് വേണേൽ കഴിച്ചോ, ഹാർട്ടിന് സ്റ്റിമുലേഷനാണ്. പക്ഷേ ഓങ്കോളജിസ്റ്റ് വിൽ സേ നോ ആൽക്കഹോളാണ്. നോ ടൊബാക്കോ. മിക്കവാറും എന്നെ ഇവിടെ ഇറക്കി വിടും താമസമില്ലാതെ. നോ ടൊബാക്കോ, നോ ആൽക്കഹോൾ, യുവർ ഡയറ്ററി ഹാബിറ്റ്സ് പ്ലസ് എക്സസൈസ്. ഇവിടെ നമ്മൾ പുറയുന്ന ഉണക്കിക്കഴിഞ്ഞാൽ എക്സസൈസ് എന്ന് പറയുന്ന സാധനം നമ്മൾ ഇല്ല. അവിടെയാണ് ചൈൽഡ്ഹുഡൊക്കെ, നമ്മുടെയൊക്കെ ചൈൽഡ്ഹുഡ് ഞാൻ പറഞ്ഞു. നമ്മുടെ ചൈൽഡ്ഹുഡ് 4 മണി കഴിഞ്ഞാൽ 6:30 മണി വരെ കളി മാത്രമേ ഉള്ളൂ. വേറെ യു ഡോണ്ട് ഹാവ് എനിത്തിങ് എൽസ് ഇൻ യുവർ മൈൻഡ്. നമ്മളെ ഈവൻ ഞാൻ പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പം ഹോസ്റ്റലിൽ
പ്രിൻസിപ്പൽ അച്ഛൻ വന്ന് 4 മണിയായാൽ ഹീൽ സീ ദറ്റ് ഓൾ ഓഫ് യു ഗെറ്റ് ഔട്ട് ഓഫ് ദി ഹോസ്റ്റൽ. നോ ബഡി ഷുഡ് ബി ഇൻ ദി ഹോസ്റ്റൽ. യു ഹാവ് ടു ഗോ ആൻഡ് പ്ലേ. ഇന്ന് അങ്ങനെയല്ല. ഇന്ന് 4 മണി ആയിക്കഴിഞ്ഞാൽ വന്ന ഉടനെ അവനെ ബുക്കും കെട്ടിപ്പിടിച്ച് അവനെ വിടുക, ട്യൂഷന് വിടുകയാണ്, അവനെ എൻട്രൻസ് കോച്ചിങ്ങിന് വിടുകയാണ്. ആൻഡ് ഹി കംസ് ബാക്ക് ലേറ്റ് നൈറ്റ്. 6:30 മണി 8 മണി 9 മണിക്കാണ് തിരിച്ച് വരുന്നത്. ഒരു ഗെയിമും ഇല്ല. ഇഫട്ടോ ഗെയിം ഉണ്ടെങ്കിൽ അത് കയ്യിലിരിക്കുന്ന ടാബും ഫോണുമാണ്. കളിക്കുന്നവർ പ്രൊഫഷണലി കളിക്കാൻ പോകുന്ന ആൾക്കാർ മാത്രമേ ഇന്ന് കളിക്കുന്നുള്ളൂ. പണ്ടങ്ങനെയല്ല. യു പ്ലേ ഫോർ ഫൺ. ആ കളിയിൽ കൂടെ നമുക്ക് കിട്ടുന്ന കുറേ കാര്യങ്ങളുണ്ട്. ഒന്ന് ഈ പറഞ്ഞ പോലെ മാത്രമല്ല, നമുക്ക് വി ലേൺ ടു ലൂസ്, വി ലേൺ ടു ആക്സെപ്റ്റ് ഫെയിലിയേഴ്സ്. നമ്മൾ ബാക്കിയുള്ളവരെ കൂടെ നടക്കാനും അവരെ കൂടെ ആ ഒരു ലൈഫ് ഇല്ല എന്ന്. ദാറ്റ് മീൻസ് മെൻ്റലി യു ആർ അൺഹെൽത്തി. മെൻ്റലി യു ആർ അൺഹെൽത്തി ഇപ്പോഴത്തെ കാലത്ത്. എങ്ങനെ മറ്റവനെ തോപ്പിച്ച് മുമ്പോട്ട് പോകാം, അല്ലെങ്കിൽ എങ്ങനെ, അന്ന് അങ്ങനെയല്ല, നമ്മൾ കൈപിടിച്ച് കൂടെ പോകുന്നുള്ളതാണ്. അതിനൊക്കെ നമുക്ക് രസകരമായ എക്സാമ്പിൾസ് ഞങ്ങൾ പറഞ്ഞു. മഹാരാജാസ് ഹോസ്റ്റൽ, ഫേവറേറ്റ് ഹോസ്റ്റലാണ് മഹാരാജാസ് ഹോസ്റ്റലിൽ നിന്ന് രാത്രി നമ്മൾ സെക്കൻഡ് ഷോയ്ക്ക് പോകണം. ഇൻവേരിയബിളി സെക്കൻഡ് ഷോയ്ക്ക്. അന്നും ഷേണായിസും കവിതയും 4 തിയേറ്റേഴ്സേ ഉള്ളൂ. അന്ന് തുടങ്ങി സിനിമ. സിനിമ ഒരു ദിവസം, അന്നത്തെ കാലത്ത് നമ്മൾ ഒരു മാസം 19 സിനിമയൊക്കെ കണ്ട മാസങ്ങളുണ്ട്. 19 മൂവീസ്. ഒരു ദിവസം 4 ഷോ കണ്ട ദിവസങ്ങളുണ്ട്. അങ്ങനെയൊക്കെ ഇഷ്ടംപോലെ ഉണ്ട്. അപ്പോൾ അന്ന് ഈ രാത്രി സിനിമയ്ക്ക് പോകുമ്പോൾ ഒരാളായിട്ട് പോവില്ല, 2 പേരായിട്ട് പോവില്ല, 3 പേരായിട്ട് പോവില്ല. ദെൽ ബി ടീം. നമ്മുടെ എല്ലാ ഫ്രണ്ട്സും കൂടെയാണ് രാത്രി ഊണ് കഴിയുമ്പോൾ തോന്നുന്ന സിനിമയ്ക്ക് പോകണം. മതിലയാടിയാണ് പോകുന്നത്. മതിലയാടി. തിരിച്ചു വരുമ്പോൾ മതിലയാടി. പോകുമ്പോൾ മതിലയാടിൻ്റെ അല്ലേ, പോകുമ്പോൾ ഗേറ്റ് ഓപ്പണായി. തിരിച്ചു വരുമ്പോൾ മതിൽ ചാടണമെങ്കിൽ നല്ലൊരു പേരമരം ഉണ്ട് അവിടെ. പേരമരത്തിൽ കൂടെ ചവിട്ടി മുകളിൽ കയറി പുറത്ത് വരാം. അങ്ങനെ പോകുന്ന സമയത്ത് അന്ന് ആരെങ്കിലും പൈസ ഒന്നും ഉണ്ടാവില്ല. ചിലരെ ചിലപ്പോൾ ഒരു 75 പൈസ കാണും, ചില 1 രൂപ കാണും, 2 രൂപ കാണും. എല്ലാവരും കൊണ്ട് പൂൾ ചെയ്യും. പൂൾ ചെയ്തിട്ട് ഇവർക്ക് എല്ലാവർക്കും കൂടി ഇരിക്കാൻ പറ്റുന്ന ഏത് സീറ്റാണെന്ന് നമ്മൾ കണ്ടുപിടിക്കും, ഏത് തിയേറ്ററാണെന്ന് കണ്ടുപിടിക്കും. ഫോർ എക്സാമ്പിൾ, നമുക്ക് അന്ന് ഷെനായിസിലെ ഫ്രണ്ട് റോ 75 പൈസ. ലക്ഷ്മൺ തിയേറ്റർ ഉണ്ടായിരുന്നു ഇവിടെ, നമ്മുടെ സൗത്ത് ബ്രിഡ്ജ് ഇറങ്ങി ചെല്ലുന്ന സ്ഥലം. ലക്ഷ്മൺ തിയേറ്ററിലാണെങ്കിൽ 50 പൈസയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഈ 20 പേർക്ക് പോകാനുള്ള പൈസ തികയില്ല. 50 പൈസയ്ക്ക് പോയി ലക്ഷ്മണി പോയി സിനിമ കാണും. അതേ സമയത്ത് നമുക്ക് എല്ലാവർക്കും 75 പൈസയ്ക്ക് പോകാൻ 75 പൈസ. പക്ഷേ കോർപ്പറേഷൻ ഉണ്ടായിരുന്നു. ആൻഡ് ദെയർ ഇസ് എ ഫീലിംഗ് ഓഫ് ടുഗദർനെസ്. മനസ്സിലായി? അവിടെയാണ് നമ്മുടെ സക്സസ്. എന്താണെന്ന് വെച്ചാൽ നമുക്കെന്ന് ആത്മഹത്യ ചെയ്യാൻ തോന്നില്ല. ഐസൊലേഷൻ ഇല്ല. നമ്മുടെ പ്രോബ്ലംസ് ഷെയർ ചെയ്യാൻ ആൾക്കാരുണ്ട്. ആൻഡ് ഫോർ എവറിത്തിങ്. ഒന്നുമില്ല കോളേജിൽ കാണും, വീട്ടിൽ കാണും, യു ക്യാൻ ഷെയർ. അപ്പോൾ നമുക്ക് ഇന്നത്തെ പോലത്തെ നമ്മൾ ഗെറ്റിംഗ് ലോസ്. അതുപോലെ അന്ന് നമ്മൾ തോക്കുന്നതിന് നമുക്കൊരു പ്രശ്നമില്ല. ജയിച്ചാലാണ് പ്രശ്നം. തോൽവി നമ്മളൊരു പ്രശ്നമില്ല. നമ്മളെ MBBS ഒക്കെ പഠിപ്പിക്കുന്നത് എങ്ങനെയാണ്? MBBS യുനോ ദാറ്റ്സ് റാഗിങ്ങിൽ ടീച്ചേഴ്സിന് റാഗിങ് എങ്ങനെയാണെന്ന് അറിയോ? ഫസ്റ്റ് MBBS ഇപ്പോൾ എല്ലാവരും റാങ്ക് കിട്ടിയവരൊക്കെ അല്ല എല്ലാവരും വരിക. എല്ലാവരും ഭയങ്കര ഹൈ മാർക്സ്. അപ്പോൾ എല്ലാവരും വിചാരിക്കും നമ്മൾ രക്ഷപ്പെട്ട് ഇനിയൊന്നുമില്ല. ഫസ്റ്റ് എക്സാമിന് എല്ലാവരും തോപ്പിക്കും. തോറ്റ് കഴിയുമ്പോൾ എല്ലാവരും മനസ്സിലാവും ഇത്രയേ പറ്റുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട്. ആൻഡ് ദാറ്റ് ഈസ് വൺ വേ ഓഫ് റാങ്കിങ്. പക്ഷെ നമ്മൾ അതുകൊണ്ട് തന്നെ യു ചേഞ്ച് ഇമ്മീഡിയറ്റ്ലി. പക്ഷേ അത് ഒരു പക്ഷേ നമ്മൾ പഠിക്കുന്നത് നമുക്ക് ഇങ്ങനെ മൂവ് ചെയ്യുന്നതുകൊണ്ടാണ്. നമുക്ക് ഒരു പ്രശ്നമില്ല. നമുക്ക് എന്ത് ഇഷ്യൂ ഉണ്ടായാലും ദെർ ആർ പീപ്പിൾ വിത്ത് യു. അത് ഇന്നും എൻ്റെ കയ്യിലുണ്ട്. ഇന്നും എൻ്റെ കൂടെ ക്രൈസ്റ്റിൽ പഠിച്ചവരും മഹാരാജ് കമ്പനിയൊക്കെ സ്റ്റിൽ വി മീറ്റ് ആൻഡ് എൻജോയ് ദാറ്റ് ഡേ. പക്ഷേ ഇന്ന് നമ്മൾ നഷ്ടപ്പെടുന്നത്. അപ്പോൾ ആ ഒരു സാധനം നമുക്കില്ല പോയി. ദാറ്റ്സ് ലാക്ക് ഓഫ് യുവർ എക്സസൈസ്, യുവർ ഡയറ്ററി ഹാബിറ്റ്സ് ഗോൺ ഫോർ എ ചേഞ്ച്. ഈ പറഞ്ഞ പോലെ നമുക്ക് ഇന്നിപ്പോൾ എറണാകുളത്ത് എവറി സെക്കൻഡ് ഷോപ്പ് ഈസ് എ ഹോട്ടൽ. അതുമാത്രമല്ല, നമ്മൾ പോയി കഴിഞ്ഞാൽ ഒരു ഹോട്ടലിൽ കയറിയിരിക്കാൻ കഴിക്കാൻ സ്ഥലമില്ല, സമയമില്ല. എവറിബഡി ഈസ് ബിസി ബട്ട് എവറിബഡി ഈസ് ഈറ്റിംഗ് ഫ്രം ദർ മെജോറിറ്റി. നമുക്ക് ആഴ്ചയിൽ 2-3 ദിവസമെങ്കിലും ഹോട്ടലിൽ നിന്ന് കഴിക്കുക അല്ലെങ്കിൽ വരുത്തി കഴിക്കുക എന്നുള്ള ഹാസ് ബിക്കം എ ഹാബിറ്റ്. പണ്ടതില്ല. പണ്ട് യു ഡോണ്ട് ഹാവ് ദി ചാൻസ്, യു ഡോണ്ട് ഹാവ് ദി മണി ഓൾസോ വിത്ത് യു. നമുക്ക് പൈസ ഇല്ല, പോകാനും പറ്റില്ല. സോ നമ്മൾ ആഹാരം വീട്ടിൽ നിന്ന് അല്ലെങ്കിൽ ഹോസ്റ്റലിൽ നിന്ന് വളരെ റയറായിട്ട് നമുക്ക് അവിടേക്ക് പോയി കഴിക്കാൻ പറ്റുന്നുള്ളൂ. നമുക്ക് വേറെ ഇതേ ഉണ്ടായിരുന്നു. നമ്മളിവിടെ നമ്മൾ കോഫി ഹൗസാണ് നമ്മുടെ യൂഷ്വൽ സ്റ്റൈൽ എന്ന് പറഞ്ഞത്. പക്ഷേ അങ്ങനത്തെ ലൈനിൽ പോകുന്ന പോലെയാണ്. നമ്മൾ പണ്ട് കഴിച്ച സാധനങ്ങളൊക്കെ മാറി. അതിൻ്റെ അർത്ഥം ഒരു പൊറോട്ട കഴിച്ചു അല്ലെങ്കിൽ ഒരു ദിവസം ബീഫ് കഴിച്ച് ക്യാൻസർ എന്ന് പറഞ്ഞാൽ അതല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. പക്ഷേ യുവർ മേജർ ഡയറ്റ് ബിക്കംസ് ദിസ് വൺ. ആൻഡ് മെനി ഓഫ് യുവർ പ്രൊട്ടക്റ്റീവ്സ് ഹാവ് ഗോൺ. നമ്മൾ ഈ പഴവും പച്ചക്കറിയും ഇലകളും ഒക്കെ നമ്മൾ മാറ്റി വെച്ചുകൊണ്ട് വെൻ യു ഗോ ഫോർ ഓൾ ദിസ്
ദാറ്റ് ഇസ് സെക്കൻഡ് യുവർ ഡയറ്ററി ഹാബിറ്റ്സ്. അതുകൊണ്ട് തന്നെ നമുക്ക് തിരിഞ്ഞാലോചിച്ചാൽ നമ്മൾ ലിവർ ക്യാൻസർ എടുത്ത് കഴിഞ്ഞാൽ പണ്ട് നമ്മൾ പറഞ്ഞ ആൽക്കഹോളിക്സാണ് എല്ലാം എന്ന് പറയാറില്ലേ, ഇന്ന് 40% നോൺ ആൽക്കഹോളിക്സാണ് വിത്ത് ലിവർ ക്യാൻസർ ബിക്കോസ് ഓഫ് യുവർ ഡയറ്ററി ചേഞ്ച് ദാറ്റ് ഹസ് ഹാപ്പൻഡ്. മനസ്സിലായി? അപ്പോൾ അങ്ങനെ വരുന്ന ക്യാൻസേഴ്സൊക്കെ നമ്മുടെ മുമ്പിൽ കയറി വരിക. കോളൻ ക്യാൻസർ ഒന്ന് നമ്മുടെ ഫുഡ് ഹാബിറ്റ്സാണ്. റെഡ് മീറ്റും ലാക്ക് ഓഫ് ഫൈബറൊക്കെ നമുക്ക് ഇത് വരും. സോ ഇറ്റ്സ് ഇൻക്രീസ് ആണ് ഇന്ത്യയിൽ. So you're talking about early detection, doctor. ഇപ്പോൾ early detection നമുക്ക് ഓഫ് കോഴ്സ് ഒത്തിരി സെറ്റപ്സ് ഉണ്ട് ഇൻ ദ ഹോസ്പിറ്റൽസ്. ആൻഡ് വാട്ട് ഈസ് എ ഡെറ്ററൻറ്റ്? എന്തുകൊണ്ടാണ് ആൾക്കാർ പോയി ഡിറ്റക്റ്റ് ചെയ്യാൻ ശ്രമിക്കാത്തത്? Is it just laziness or is it the lack of awareness? രണ്ട് റീസൺ ഉണ്ട്. ഒരു റീസൺ പേടിയാണ്. അതായത് കണ്ടുപിടിച്ചാൽ എന്ത് ചെയ്യും ഒരു രണ്ട് സ്റ്റിഗ്മയാണ്. ഇപ്പോഴും സ്റ്റിഗ്മ എക്സിസ്റ്റ് ചെയ്യും. വെരി ഹൈ എന്ന് പറഞ്ഞാൽ നമ്മളെ സ്റ്റിഗ്മയുടെ എല്ലാ വശവും നമ്മൾ കണ്ടിട്ടുണ്ട്. അതായത് ബ്രസ്റ്റ് ക്യാൻസർ പറഞ്ഞ മദർ ഞാൻ തെറ്റിൻ്റെ പേരില്ല, ഞാൻ ഒരു 2 കൊല്ലം കഴിഞ്ഞിട്ട് വരാം ബിക്കോസ് മൈ ഡോട്ടർ ഇസ് ഗോയിങ് ടു ഗെറ്റ് മാരീഡ്, ഷീ ഹാസ് ടു ഗെറ്റ് മാരീഡ്. അല്ലെങ്കിൽ നടക്കില്ല. ഇഫ് ഷീ ഈസ് ഡയഗ്നോസ്ഡ് ആസ് എ ബ്രസ്റ്റ് ക്യാൻസർ, ഡോട്ടർ ഇസ് നോട്ട്. നമ്മളത് ഗേൾസിന് കുറേ നാൾ കാണാറുണ്ട്. പക്ഷേ ഒരു ബോയുടെ മദർ കെയിം ആൻഡ് ടോൾഡ് മീ ദാറ്റ് ബോയുടെ കല്യാണം നടക്കുന്നില്ല, കാരണം മദർ ഈസ് ഡിറ്റക്റ്റഡ് ടു ബി ഹാവിങ് എ ക്യാൻസർ. അത്രമാത്രം സ്റ്റിഗ്മ നമ്മുടെ ഇടയിലുണ്ട് ഇപ്പോഴും. അപ്പോൾ ഈ ബ്രക്ക ജീൻ ടെസ്റ്റ് എന്നൊക്കെ പറയുന്നത് അത് വളരെ ക്ലിയർ ഇൻഡിക്കേറ്റേഴ്സ്. ബ്രസ്റ്റിന് ഇപ്പോൾ നമ്മൾ ബ്രാക്കൗട്ട് നമ്മൾ ജെനറ്റിക് ടെൻഡൻസി കണ്ടുപിടിക്കാൻ പറ്റും. പക്ഷേ എല്ലാ ക്യാൻസേഴ്സിനും ഇല്ല. എല്ലാ ക്യാൻസർ ടെൻഡൻസി കണ്ടുപിടിക്കാൻ പറ്റില്ല. ക്യാൻസർ ജെനറ്റിക് ടെൻഡൻസി അല്ല. എല്ലാ ക്യാൻസറിനെ ഇപ്പോൾ എടുക്കുകയാണെങ്കിൽ എല്ലാ പാരമ്പര്യമൊന്നുമില്ല. ഓൺലി 5 to 10% ഉള്ളൂ നമുക്ക് പാരമ്പര്യം എന്ന് പറയാനായിട്ട്. പക്ഷേ ജനങ്ങളുടെ മനസ്സിലെങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു വീട്ടിലൊരാൾക്ക് ക്യാൻസർ കണ്ടുപിടിച്ചാൽ ആ വീട്ടിൽ തന്നെ കല്യാണം നടക്കാൻ ഭയങ്കര പാടാണ് ഇപ്പോഴും. ഈവൻ നൗ ജനറേഷൻ ഈസ് ഗെറ്റിംഗ് ബെറ്റർ, ന്യൂ ജനറേഷൻ. പക്ഷേ ഇപ്പോഴും ഉണ്ട് ആ പ്രോബ്ലം. സ്റ്റിൽ ഇറ്റ്സ് ദയർ. അതുകൊണ്ട് തന്നെ പോയി കണ്ടുപിടിച്ച് ക്യാൻസർ ആണെന്ന് തിരിച്ചറിയണമെന്ന് ആൾക്കാർ ചോദിച്ചു തുടങ്ങും. ദാറ്റ് ഇസ് വൈ ദേ ഡോണ്ട് കം ബിക്കോസ് ഓഫ് സ്റ്റിഗ്മ. രണ്ടാമത്തെ ഫെസിലിറ്റി നമുക്കതില്ല. എല്ലാത്തിനുള്ള ഫെസിലിറ്റി. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ നമുക്കൊരു ഫിക്സഡ് പോളിസി ഓഫ് സ്ക്രീനിങ് നമുക്ക് ഇതുവരെ ഇന്ത്യ ഡെവലപ്പ് ചെയ്തിട്ടില്ല, അൺലൈക്ക് ദി വെസ്റ്റേൺ കൾച്ചേഴ്സ്. വെസ്റ്റിലൊക്കെ നേരത്തെ പ്ലാൻ ഓഫ് ആക്ഷൻ ഇറ്റ് ഹാസ് ടു ഗോ ത്രൂ. അത് നമുക്കില്ല. അപ്പോൾ പറയുമ്പോഴത്തേക്ക് നമുക്ക് സ്ക്രീനിങ് നമുക്കതിന് നടക്കുന്നില്ല. റാൻഡമായിട്ട് ഒരു ബ്രസ്റ്റ് ക്യാൻസർ മന്ത് ഒക്ടോബറിൽ ചിലപ്പോൾ കുറച്ച് പേര് സ്ക്രീൻ ചെയ്യും, അതിൽ ആരെങ്കിലും ഒരാൾ ചിലപ്പോൾ എക്സിക്യൂട്ടീവ് ചെക്കിന് പോകുമ്പോൾ സ്ക്രീൻ, അങ്ങനെ അല്ലാതെ. പക്ഷേ അതേ സമയത്ത് ഷുഗറും കൊളസ്ട്രോളും ECG ഒക്കെ എല്ലാ ദിവസവും പോയി ചെക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. ദാറ്റ് ഈസ് വെയർ യുവർ സ്ക്രീനിങ് പ്രോഗ്രാം ഫെയിൽസ് ഹിയർ. അപ്പോൾ നമുക്ക് പ്രിവെൻഷൻ, നമുക്ക് ടൊബാക്കോ, ആൽക്കഹോൾ, ഡയറ്ററി ഹാബിറ്റ്സ്, എക്സസൈസ് പറഞ്ഞ പോലെ സ്ക്രീനിങ് നമുക്കില്ല. സോ യു ആർ ഓൺലി ഡീലിംഗ് വിത്ത് ട്രീറ്റ്മെൻറ്റിൽ നമുക്ക് 2-3 കാര്യങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. ഒന്നെന്താ വെച്ചാൽ ട്രീറ്റ്മെൻറ്റിൻ്റെ എയിം എന്ന് പറഞ്ഞാൽ അത് ഒരു ക്യൂർ മാത്രമല്ല. ക്യൂർ ഈസ് വൺ ഓഫ് ദി എയിംസ്. എക്സ്റ്റൻഷൻ ഓഫ് ലൈഫ് ഈക്വലി ഇമ്പോർട്ടൻ്റാണ്. ഗിവിങ് എ ഗുഡ് ക്വാളിറ്റി ഓഫ് ലൈഫ് ആൻഡ് ലീഡിങ് എ നോർമൽ ലൈഫ്, അത് നമുക്ക് ഇമ്പോർട്ടൻ്റാണ്. പലപ്പോഴും നമുക്ക് ഇഷ്ടമുള്ള ആൾക്കാരുണ്ട് ഇതുപോലെ. അതായത് ഡയഗ്നോസ് ചെയ്യുന്നു, പക്ഷേ ദേ ആർ ഗോയിങ് ടു ട്രീറ്റ്മെൻറ്റ്. പക്ഷേ അവർ പിള്ളേരൊക്കെ വലുതായി, അവരൊക്കെ മാരേജ് കഴിഞ്ഞു. അവസാനത്തെ കുട്ടിയെ മാരേജ് പോയപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, ഡോക്ടറെ മൈ ലൈഫ് ഈസ് കംപ്ലീറ്റ്, ദേ ഓൾ ഗ്രോൺ അപ്പ്, ദേ ഹാവ് ഇൻഡിപെൻഡൻറ്റ്, ദേ ജോബ്, മാരേജ് കഴിഞ്ഞു, ആൻഡ് മൈ ലൈഫ് ഈസ് ഓൾസോ കംപ്ലീറ്റ്. അപ്പോൾ അങ്ങനെ വിചാരിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ആ അത്ര 12 കൊല്ലം നമ്മൾ നീട്ടിക്കൊടുക്കുന്ന ലൈഫുണ്ടല്ലോ, ആ ലൈഫിൽ എക്സ്റ്റൻഷൻ ഓഫ് ലൈഫ് ഈസ് ഈക്വലി ഇമ്പോർട്ടൻറ്റ്. അതേപോലെ ഇമ്പോർട്ടൻ്റ് ആണ് ക്വാളിറ്റി ഓഫ് ലൈഫ്. അവിടെയാണ് നമ്മൾ പാലിയേറ്റീവ് കെയറിൻ്റെ ആ കൺസെപ്റ്റേ വരുന്നത്. ബിക്കോസ് സഫറിങ് നമ്മുടെ സാധനം കുറച്ച് കൊടുക്കാൻ പറ്റുകയാണ്. അതായത് ആ ഡെത്ത് നമുക്കൊരു ഡിഗ്നിഫൈഡ് ഡെത്ത് എന്ന് പറയില്ലേ, അത് കൊടുക്കാൻ പറ്റുകയാണ്. ദാറ്റ് ഈസ് ദ റോൾ ഓഫ് എ പാലിയേറ്റീവ്, പ്യൂർലി പാലിയേറ്റീവ് കെയർ. അപ്പോൾ ഇതൊക്കെ നമുക്ക് പോസിബിളാണ്. അപ്പോൾ ഇതെല്ലാം നമുക്ക് ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ്. അവിടെയാണ് നമുക്ക് നമ്മുടെ കോസ്റ്റ് ഫാക്ടറിനെ കുറിച്ച് കൂടെ കൊണ്ടുവരേണ്ടി വരും. കാരണം എന്താ വെച്ചാൽ കോസ്റ്റ് ഫാക്ടറിൽ നമ്മൾ എപ്പോഴും കൗണ്ട് ചെയ്യുന്നത് എങ്ങനെയാണ് അറിയാമോ? പ്രത്യേകിച്ചും നമ്മുടെ രാജ്യത്തെ കൗണ്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇൻഷുറൻസ് ഇല്ല അവിടെ, അല്ലേ? മെജോറിറ്റി ഡസൻറ്റ് ഹാവ് ഇൻഷുറൻസ് ഫ്രം യുവർ ഓൺ പോക്കറ്റ്സ്. അപ്പോൾ നമുക്ക് ഡോക്ടറുടെ ഡിസിഷൻ ഇമ്പോർട്ടൻ്റ്. അതായത് ഇഫ് എ പേഷ്യൻ്റ് ഈസ് ഓൺലി ഫോർ പാലിയേഷൻ, നമുക്ക് ക്യൂർ ചെയ്യാൻ സാധിക്കാത്തൊരു പേഷ്യൻ്റ് ആണെങ്കിൽ നമുക്ക് ഒരു മാസം കൂടി ജീവിക്കും, 2 മാസം ജീവിക്കുന്ന പോലെ നമ്മൾ ഭയങ്കര കോസ്റ്റ്ലി ട്രീറ്റ്മെൻറ്റിലേക്ക് പോകാൻ അർത്ഥമൊന്നുമില്ല. ബിക്കോസ് യു ആർ മേക്കിംഗ് ദ ബാങ്ക്രപ്റ്റ്, ദ ഹോൾ ഫാമിലി ബാങ്ക്. അവിടെയാണ് നമ്മുടെ കുടുംബം തകരുന്നത് പറഞ്ഞാൽ അതുകൊണ്ടാണ്. ബാങ്ക്രപ്റ്റ് ആവുകയും ചെയ്യും, പേഷ്യൻ്റ് രക്ഷപ്പെടുന്നുമില്ല. അപ്പോൾ നമുക്കിവിടെ നമ്മൾ ട്രീറ്റ്മെൻറ്റ് കൊടുക്കുമ്പോൾ ആദ്യം ഇമ്പോർട്ടൻ്റാണ്. അതുമാണ് നമുക്ക് സപ്പോർട്ടിംഗ് സിസ്റ്റത്തിൻ്റെ ആവശ്യം വരുന്നത്. അപ്പോൾ ഞങ്ങളുടെയൊക്കെ ഈ കൊച്ചിൻ ക്യാൻസർ സൊസൈറ്റിയൊക്കെ നമ്മൾ ചെയ്യുന്നത് അതാണ്. അതായത് ഇഫ് യു ഫീൽ ദാറ്റ് എ പേഷ്യൻറ്റ് ഈസ് ഗോയിങ് ടു കം ഔട്ട് ഓഫ് ദ ഡിസീസ്, നമുക്ക് രക്ഷപ്പെടുത്താൻ സാധിക്കുമെങ്കിൽ സ്റ്റെപ്സ് എടുത്താണ് ഞങ്ങൾ വിൽ സീ ദാറ്റ് ദ പേഷ്യൻറ്റ് ഗെറ്റ്സ് എ ഫുൾ ട്രീറ്റ്മെൻറ്റ്. ഓക്കെ.
And that is the motto of us. But no patient will go back from us just because of a lack of money. അതാണ് ഞങ്ങളുടെ ഹെൽപ്പിംഗ് പ്രോസസ് അവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്. ആൻഡ് വി ഡു ഹാവ് ഫെസിലിറ്റീസ് ഫോർ പേഷ്യൻസ് ടു കം ആൻഡ് സ്റ്റേ ഫ്രീ ഓഫ് കോസ്റ്റ്. നമുക്ക് എറണാകുളത്ത് നമുക്ക് നോർത്തിലെ കസ്ബ പോലീസ് സ്റ്റേഷൻ്റെ അടുത്ത് നമുക്കൊരു 18 പേരെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ബ്യൂട്ടിഫുൾ ബിൽഡിംഗ് ഉണ്ട് വിത്ത് റൂംസ് ആൻഡ് ഓൾ, വേർ പേഷ്യൻസ് കം സ്റ്റേ ഫ്രീ ഓഫ് കോസ്റ്റ്, ഫുഡ് ഫ്രീ, ദേ ആർ ബീങ് ടേക്കൺ ടു ദി ഹോസ്പിറ്റൽ ആൻഡ് ടേക്കൺ ബാക്ക് ഫോർ ട്രീറ്റ്മെൻറ്റ്. അങ്ങനെ നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ സിസ്റ്റംസ് ഉണ്ട്. ക്യാൻസർ എന്ന് പറഞ്ഞാൽ ആദ്യം വരുന്ന ഫിയർ ആണ്. ഏറ്റവും അധികം പേടിക്കേണ്ട ക്യാൻസർ ഏതാണ്? നമുക്ക് ശരിക്കും ക്യാൻസർ പേടിക്കുകയല്ല വേണ്ടത്, ക്യാൻസറിനെ നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടത്. അങ്ങനെ വരുമ്പോഴത്തേക്ക് നമുക്ക് ക്യാൻസർ നമ്മൾ പറയും ഇറ്റ്സ് പ്രിവെൻറ്റബിൾ ആണ്, സ്ക്രീനബിൾ ആണ് പലതും, ഇറ്റ്സ് ക്യൂറബിൾ ഓൾസോ. പക്ഷെ അതിൻ്റെ അകത്ത് തന്നെ ഡിപ്പെൻഡിങ് ഓൺ വാട്ട് ടൈപ്പ് ഓഫ് ക്യാൻസർ, വാട്ട് സ്റ്റേജ് ഓഫ് ഡിസീസ് അനുസരിച്ചിട്ടാണ് നമ്മൾ ഓരോ ക്യാൻസറിന് നമ്മൾ ചാൻസ് ഓഫ് ക്യൂർ നമ്മൾ പറയുന്നത് എപ്പോഴും. അതിലെ ബേസിക് ഡിക്റ്റ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഏർലി ഡയഗ്നോസിസ് ആൻഡ് പ്രോംപ്റ്റ് ട്രീറ്റ്മെൻറ്റ് എന്നുള്ളതാണ്. പക്ഷേ അതിനകത്ത് ചില പ്രശ്നങ്ങൾ, പല ക്യാൻസറിലും ഏർലി ഡയഗ്നോസിസ് പോസിബിൾ അല്ല, പെട്ടെന്ന് സ്പ്രെഡ് ആവും. നമുക്കൊരു 30% ഉള്ളൂ സ്ക്രീനബിൾ ക്യാൻസേഴ്സ് എന്ന് പറയുന്നത്. 30% ബ്രസ്റ്റ് സ്ക്രീനബിൾ ആണ്, സെർവിക്കൽ ക്യാൻസർ സ്ക്രീനബിൾ ആണ്, ഹെഡ് ആൻഡ് നെക്ക് ക്യാൻസർ സ്ക്രീനബിൾ ആണ്. ഒരു പരിധി വരെ പ്രോസ്റ്റേറ്റ് ക്യാൻസറും കൊളറക്ടൽ ക്യാൻസേഴ്സ് ദർ ആൾ സ്ക്രീനബിൾ ക്യാൻസേഴ്സ് ആണ്, ബാക്കിയൊന്നും സ്ക്രീനബിൾ അല്ല. അപ്പോൾ നമ്മൾ ഓരോ ഇൻഡിവിജ്വൽ ക്യാൻസേഴ്സും നമ്മൾ ടാക്കിൾ ചെയ്യുന്നത് എങ്ങനെയാണ്? ഫോർ എക്സാമ്പിൾ ലങ് ക്യാൻസർ ആണെങ്കിൽ, ലങ് ക്യാൻസർ ഞാൻ പോയി എല്ലാ മാസം പോയി സ്കാൻ ചെയ്യുന്നു, ആൻഡ് ഡു എ ഗുഡ് സ്ക്രീനിങ്, നോ മീനിങ്. ലങ് ക്യാൻസർ സ്ക്രീനിങ് ഈസ് നോട്ട് ആൻ ആക്സെപ്റ്റബിൾ. പക്ഷേ ആ സമയത്ത് പ്രിവെൻഷനാണ്. പ്രിവെൻഷനെ കുറിച്ച് പറയുമ്പോൾ ലങ്ങിൽ അതാണ്, ബിക്കോസ് 90% സ്മോക്കേഴ്സാണ്, 90% സ്മോക്കേഴ്സ്. അപ്പോൾ ഇഫ് യു ജസ്റ്റ് സ്റ്റോപ്പ് സ്മോക്കിംഗ്, സ്റ്റോപ്പ് അല്ല പറയുന്നത്, ഇഫ് യു ഡോണ്ട് എൻ്റർ ഇൻ ടു സ്മോക്കിംഗ് അറ്റ് ആൾ, നമുക്ക് അത്രയും ചാൻസ് കുറയല്ലേ ലങ് ക്യാൻസറിൻ്റെ. അങ്ങനെ ഓരോ ക്യാൻസറിനും നമുക്ക് അങ്ങനത്തെ ഇത് വരികയാണ്. ചിലത് സ്ക്രീനബിളാണ്, ചിലത് നോൺ സ്ക്രീനബിളാണ്, ചിലത് പ്രിവെൻറ്റബിളാണ്, ചിലത് നോൺ പ്രിവെൻറ്റബിളാണ്. അപ്പോൾ നമ്മുടെ ഡിക്റ്റം ഓരോന്നിനെ ത്രസ്റ്റ് കൊടുക്കുന്നത് എങ്ങനെയാണ്. അങ്ങനെ വരുമ്പോൾ നമുക്ക് ക്യാൻസേഴ്സ് എല്ലാം അങ്ങനെ, ചില ക്യാൻസേഴ്സ് ഭയങ്കര സ്ലോ ഗ്രോയിങ് ആണ്. അപ്പോൾ നമ്മളതിന് കൊടുക്കുന്ന തമാശയ്ക്ക് പറയുന്നത് വെച്ചാൽ ഡോക്ടർ ചികിത്സിച്ച് അയാളെ കൊന്നില്ലെങ്കിൽ അയാൾ സുഖമായിട്ട് ജീവിക്കുന്നുള്ളതാണ്. നമുക്ക് ചില ടൈപ്പ് ഓഫ് ലുക്കീമ പോലും അങ്ങനെയാണ്. അതായത് ഇപ്പോൾ നമ്മുടെ ക്രോണിക് ലിംഫോസൈറ്റ് ലുക്കീമ എന്ന സാധനമുണ്ട്, CLL, ഭയങ്കര സ്ലോ ഗ്രോയിങ് ആണ്, ട്രീറ്റ്മെൻറ്റ് ആയിട്ട് ബി റിക്വയർഡ് മെനി ടൈംസ്. പ്രോസ്റ്റേറ്റ് ക്യാൻസർ ഭയങ്കര സ്ലോ ഗ്രോയിങ് ആണ്. പക്ഷേ ആ സമയത്ത് സപ്പോസ് ഇസ് ലുക്കീമിയ, പല ടൈപ്പ് ഓഫ് ലുക്കീമിയയും ഡെത്ത് വിത്തിൻ അവേഴ്സ് ആയിരിക്കും, അല്ലെങ്കിൽ വിത്തിൻ 1 or 2 days ആയിരിക്കും, സോ ഫാസ്റ്റ് ആയിരിക്കും. അപ്പോൾ നമ്മുടെ ടാക്കിളിങ്ങിൽ ആ ഡിഫറൻസ് ആണ്. അപ്പോൾ നമ്മുടെ പറയാം, അപ്പോൾ ചിലതൊക്കെ ശരിക്കും ക്രൈസിസ് ആണ്, നെഗറ്റീവ് എമർജൻസിയാണ്. അപ്പോൾ ദറ്റ് ടൈപ്പ് ഓഫ് ക്യാൻസർ ഇസ് ഇമ്പോർട്ടൻ്റ് ആണ് അങ്ങനെ വരുമ്പോഴത്തേക്കും. അതുകൊണ്ട് തന്നെ എല്ലാ ക്യാൻസറിൻ്റെയും ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഒരേപോലെ അല്ല, എല്ലാ ക്യാൻസറിൻ്റെയും ഔട്ട്ലുക്ക് ഒന്നല്ല. ചാൻസ് ഓഫ് ക്യൂർ വ്യത്യാസമുണ്ട്, ചാൻസ് ഓഫ് ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ് ഓൾസോ വേരിയസ്. അതാണ് നമ്മുടെ ബേസിക് കൺസെപ്റ്റ്. അതിൽ നമുക്ക് എടുക്കുമ്പോഴത്തേക്കും നമുക്ക് ഓപ്ഷൻസ് എടുക്കുകയാണെങ്കിൽ യു ഹാവ് ഗോട്ട് സർജറി ഓപ്ഷനുണ്ട്, റേഡിയേഷൻ ഓപ്ഷൻസ് ഉണ്ട്, കീമോതെറാപ്പി ഓപ്ഷൻസ് ഉണ്ട്, യു ഗോട്ട് സംതിങ് കോൾഡ് ഇമ്മ്യൂണോതെറാപ്പി ഓൾസോ ഉണ്ടാവും. ഡിപ്പെൻഡിങ് ഓൺ ഏത് ക്യാൻസർ ആണെന്നും ഏത് സ്റ്റേജ് ആണെന്നും അനുസരിച്ച് 1, 2, 3, 4 ട്രീറ്റ്മെൻറ്റ് ആവശ്യമായിട്ട് വരും. ആൻഡ് ദെയർ സീക്വൻസ് ഓൾസോ ചേഞ്ചസ്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ബ്രസ്റ്റ് ക്യാൻസർ എടുക്കുക, വെരി ഏർലി സ്റ്റേജ് ആണെങ്കിൽ നമ്മൾ ട്രീറ്റ്മെൻറ്റ് ഫസ്റ്റ് ഓപ്ഷൻ സർജറിയാണ്. പക്ഷേ വെരി ഏർലി സ്റ്റേജ് അല്ല എങ്കിൽ ചിലപ്പോൾ നമ്മൾ ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻ ഫസ്റ്റ് കീമോതെറാപ്പി ആയിരിക്കും. കീമോതെറാപ്പി എടുത്ത് ഷ്രിങ്ക് ചെയ്തതിന് ശേഷം ഓപ്പറേറ്റ് ചെയ്യുള്ളൂ. അപ്പോൾ നമുക്ക് അങ്ങനെ എന്താ പറഞ്ഞാൽ നമുക്ക് സ്റ്റേജും ടൈപ്പും എല്ലാം അനുസരിച്ച് നമ്മുടെ ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസും സീക്വൻസും വ്യത്യാസം വരും. പക്ഷേ നമ്മളിത് എല്ലാത്തിനും നമ്മൾ അഡ്വാൻസ് ചെയ്ത് കഴിഞ്ഞു. അതുകൊണ്ടാണ് ക്യാൻസറിൻ്റെ ഞാനൊരു 35 years ബാക്ക് എൻ്റെ പ്രൊഫഷൻ തുടങ്ങുന്ന സമയത്ത് ഞാൻ കാണിച്ചിരുന്ന പലതും ഇന്ന് മണ്ടത്തരമാണ്. That is the advance which has happened over the field. ഞാൻ ഈയിടയ്ക്ക് ഒരു റീലിൽ കണ്ടു where you have some kind of nano things നാനോതെറാപ്പി ഉണ്ട്, that goes in and kills those cancer cells. അതായത് നമുക്ക് പലപ്പോഴും വരുന്ന ഈ ഡ്രഗ്സ് നമുക്ക് ഈ ക്യാൻസർ സെല്ലിനകത്ത് പോയി അതിനെ നശിപ്പിക്കാനുള്ള ഇതുണ്ടാവില്ല, കപ്പാസിറ്റി ഉണ്ടാവില്ല, എൻട്രി ചെയ്യാൻ പറ്റില്ല, എൻട്രി ചെയ്യുന്നതിനെ പുറത്തേക്ക് തള്ളി വിടും, സൈസ് ചിലപ്പോൾ അതിനെ എൻട്രി ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതൊക്കെ ഈ നാനോ ടെക്നോളജി ഉള്ള യു ക്യാൻ മെനി ടൈംസ് മേക്ക് ഇറ്റ് എൻ്റർ ഇൻ, അത് അകത്ത് കയറാനും ഡിസ്ട്രോയ് ചെയ്യാനുള്ള ഫെസിലിറ്റീസ് ഉണ്ടാക്കാം. അത് ഓൺലി സ്മോൾ പാർട്ട്, അത് നമ്മൾ ചെറിയൊരു ഭാഗം എക്സ്പെരിമെൻ്റൽ സ്റ്റേജും അങ്ങനെയൊക്കെ എന്തൊക്കെ സംബന്ധം വിച്ച് കം ഔട്ട് ഓൾസോ. നമുക്ക് ക്യാൻസർ ട്രീറ്റ്മെൻറ്റ് ടോട്ടലി ചേഞ്ച്. ഈവൻ ക്ലിനിക്കൽ ട്രയൽസ്, അതെ, ഇപ്പോൾ പലരും പുറത്ത് പോയിട്ട്
വലിയ വലിയ യൂണിവേഴ്സിറ്റീസിൽ പോയി അവിടെ എക്സ്പെരിമെൻ്റൽ ക്ലിനിക്കൽ ട്രയൽസ് നടത്തുന്ന അവിടെ പോയി ട്രീറ്റ്മെൻറ്റ് എടുത്ത് തിരിച്ചു വരുന്നവരുണ്ട്. ക്ലിനിക്കൽ ട്രയൽസ് എന്ന് വെച്ചാൽ നമുക്ക് ശരി പറഞ്ഞാൽ ഇന്ത്യയിൽ മിക്കവാറും ഡ്രഗ്സ് ഒക്കെ അവൈലബിൾ ആണ്, ട്രയൽസിൽ അവൈലബിൾ ആണ്. ഒരു സമയത്ത് നമുക്ക് വി ഹാഡ് ഓൾമോസ്റ്റ് ഓൾ ദി ഡ്രഗ്സ് ഇൻ ദി ട്രയൽ എന്നാണ് പറയുന്നത്. ഇവിടെ അപ്പം ഇപ്പോഴൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് ഒരു ഡ്രഗ് മാർക്കറ്റിൽ ഇറങ്ങണമെങ്കിൽ ആ ഡ്രഗിൻ്റെ ട്രയൽ പ്രോസസ്സിൽ കൂടെ പോകണം. അപ്പോൾ അവിടെ എല്ലാം ഇമ്പോർട്ടൻ്റാണ്. അതായത് കൺട്രി ഇമ്പോർട്ടൻ്റ് ആണ്, സോഷ്യൽ ബാക്ക്ഗ്രൗണ്ട് ഇമ്പോർട്ടൻ്റ് ആണ്, റേസ് ഇമ്പോർട്ടൻ്റ് ആണ്. ഇതൊക്കെ ചെയ്ത് എല്ലാത്തിനും സക്സസ്ഫുൾ ആകുമ്പോൾ തന്നെ ട്രയൽ വരുമ്പോൾ അതിനൊക്കെ എപ്പോഴും മിക്ക റിക്രൂട്ട്മെൻറ്റ് അകത്ത് യൂറോപ്പ് കാണും, ഒക്കെ ഏഷ്യൻ കൺട്രീസ് കാണും. ബിക്കോസ് ആ പോപ്പുലേഷനൊക്കെ വേണം. ഫോർ എക്സാമ്പിൾ നമുക്ക് പല ഡ്രഗിലും ബേസ്ഡ് ഓൺ വെയർ യു ആർ ആൻഡ് വാട്ട് ഈസ് യുവർ റേസ് ഡ്രഗിൽ ഡിഫറൻസ് ഉണ്ട്, ഡ്രഗിൻ്റെ ഡോസ് ഡിഫറൻസ് ഉണ്ട്, എൻ്റെ ആക്ഷൻ ഡിഫറൻസ് ഉണ്ട്, സൈഡ് എഫക്ട്സ് ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ ഇപ്പം അതുകൊണ്ട് അതെല്ലാം കൂടെ കമ്പയർ ചെയ്ത് വന്നെങ്കിൽ മാത്രമേ നമുക്ക് ഡ്രഗ് നമുക്ക് അപ്രൂവൽ കിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് മിക്കവാറും എല്ലാ ഡ്രഗ്സിലും നമുക്ക് ഈ ട്രയൽസൊക്കെ മിക്കവാറും എല്ലാ കൺട്രീസിലേക്കും നടക്കുന്നുണ്ട്. ഇന്ത്യയിലും നടക്കുന്നുണ്ട്. അത് മസ്റ്റാണ്. ബിക്കോസ് പക്ഷേ അതിന് സ്പെസിഫിക്കേഷൻ കാണും. ചില ട്രയലൊക്കെ ചിലപ്പോൾ കൺഫൈൻ ടു വൺ ഏരിയ ആയിരിക്കും, അല്ലെങ്കിൽ ഇന്ന കാര്യം സാറ്റിസ്ഫൈ ചെയ്തെങ്കിൽ മാത്രമേ ട്രയൽ എൻ്റർ ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെയൊക്കെ വരുമ്പോൾ യു ഹാവ് ടു ഗോ ദെയർ ആൻഡ് ജോയിൻ. ശരിക്കും ക്യാൻസർ ട്രീറ്റ്മെൻറ്റ് ഏറ്റവും ആവശ്യമുള്ളത് ഡോക്ടർ പറയുന്നതിനനുസരിച്ച് അറിവാണ്, നോളജ് ആണ്. ദാറ്റ് ചേഞ്ച് ഹാസ് ഹാപ്പൻഡ് ഓവർ ദി ഇയേഴ്സ്. അത് ആ ചേഞ്ച് ഭയങ്കരമാണ് എല്ലാ ഫീൽഡിലും. സർജറി ആണെങ്കിലും, റേഡിയേഷൻ ആണെങ്കിലും, കീമോതെറാപ്പി ആണെങ്കിലും, ഇമ്മ്യൂണോതെറാപ്പി ആണെങ്കിലൊക്കെ ആ ചേഞ്ച് നമ്മൾ എൻ്റെ നട്ട്ഷിൽ പറയുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മളെല്ലാം കൂടി എടുത്ത് പറയുകയാണെങ്കിൽ അറിയാം, പണ്ട് നമ്മൾ വിചാരിച്ചിരുന്നത് ബ്രസ്റ്റ് ക്യാൻസർ ആണെങ്കിൽ ബ്രസ്റ്റ് ക്യാൻസറിൻ്റെ ട്രീറ്റ്മെൻറ്റ് കൊടുക്കണം, നമ്മൾ ലങ് ക്യാൻസർ ആണെങ്കിൽ ലങ് ക്യാൻസർ ട്രീറ്റ്മെൻറ്റ് കൊടുക്കണം. നമ്മളങ്ങനെ പഠിപ്പിച്ചതും എങ്ങനെയാണ് ഇതിൻ്റെ ലങ് ക്യാൻസറിൻ്റെ ഇങ്ങനെ പരീക്ഷിക്കുമ്പോൾ വാട്ട് ഈസ് യുവർ പ്രോട്ടോക്കോൾ ഫോർ ദിസ് കീമോതെറാപ്പി ഫോർ ബ്രസ്റ്റ് ക്യാൻസർ നമ്മൾ ചോദിക്കുമ്പോൾ നമ്മൾ പ്രോട്ടോക്കോൾ പറയുന്നു. ഇന്ന് നമ്മൾ വി ഹാവ് റിയലൈസ് ദാറ്റ് 2 ബ്രസ്റ്റ് ക്യാൻസർ പേഷ്യൻ്റ് സിമിലർ അല്ല. ചിലപ്പോൾ ഒരു ബ്രസ്റ്റ് ക്യാൻസർ പേഷ്യൻറ്റോ ലങ് ക്യാൻസർ പേഷ്യൻറ്റും ചിലപ്പോൾ സിമിലർ ആയിരിക്കും. ആൻഡ് വാട്ട് വി ഹാവ് ലേൺഡ് ഔട്ട് ഓഫ് പറയാൻ കാര്യം അങ്ങനെ വരുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് സെലക്റ്റീവായിട്ടുള്ള ചില ഡ്രൈവിംഗ് മ്യൂട്ടേഷൻസ് എന്ന് പറയും. അതായത് നമ്മുടെ ജനിതകത്തിൽ വന്ന മാറ്റങ്ങൾ കാരണം ആ മാറ്റങ്ങളാണ് ആ ക്യാൻസറിൻ്റെ ഗ്രോത്തിനെയും മൾട്ടിപ്ലിക്കേഷനെയും സ്പ്രെഡിനെയൊക്കെ സഹായിക്കുന്നത്. ആ സാധനം നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുകയാണെങ്കിൽ നമ്മൾ അതാ ടാക്കിൾ ചെയ്യുക. ദാറ്റ് മീൻസ് യു ഹാവ് ബിക്കം മോർ ലൈക്ക് എ ടാർജറ്റ് തെറാപ്പിയാണ്. ടാർജറ്റ്സ് ഐഡൻറ്റിഫൈ ചെയ്യുക, ടാർജറ്റ് ട്രീറ്റ് ചെയ്യുക. മറ്റേ കാർഡടച്ച് വെടിവെക്കാൻ കീമോതെറാപ്പി. ഇതും അങ്ങനെ എല്ലാം യു ഹാവ് ഐഡൻറ്റിഫൈ ചെയ്യുക, ടാർജറ്റ് ആൻഡ് ട്രീറ്റിംഗ്. അങ്ങനെ വരുമ്പം ആ ചേഞ്ച് മേ ബി സെയിം ഫോർ 1 ബ്രസ്റ്റ് ക്യാൻസർ ആൻഡ് ലങ് ക്യാൻസറിൻ്റെ സെയിം ആയിരിക്കും. ചിലപ്പം ഒരു എക്സാമ്പിൾ പറയുന്നത് മാത്രമേ ഉള്ളൂ. 2 ബ്രസ്റ്റ് ക്യാൻസർ പേഷ്യൻ്റെ ആ മ്യൂട്ടേഷൻ ഡിഫറൻ്റ് ആയിരിക്കും. അപ്പോൾ നമ്മൾ ആ കൺസെപ്റ്റിൽ നമ്മൾ മാറി ഓർഗൻ വൈസ് ട്രീറ്റ്മെൻറ്റിൽ നമ്മൾ മാറിയിട്ട് we have started thinking more and more in terms of the mutation, the driver mutations, and then going for the treatment. Our change has got a rapid change. I think this is particularly ഇതിപ്പം ഡോക്ടറിനോട് കുറേ കാര്യങ്ങൾ ഇതിനകത്ത് ചോദിക്കാനുണ്ട്. ബട്ട് ആസ് എ പേഷ്യൻറ്റ്, ഇഫ് ഐ ആം ഡയഗ്നോസ്ഡ് വിത്ത് ക്യാൻസർ, ഹൗ ഷുഡ് മൈ മൈൻഡ് സെറ്റ് ചേഞ്ച്? ഞാൻ എങ്ങനെ പ്രിപ്പയർഡ് ആയിരിക്കും? പ്രിപ്പയർഡ് 2-3 കാര്യങ്ങൾ മനസ്സിലാക്കണം. ഒന്ന്, ആദ്യം ഞാൻ പറയാനുള്ളത് വിൽ ഓൾവേസ് ലേൺ ദാറ്റ് there is an option for you for treatments. നിങ്ങൾക്ക് പഴയ സിറ്റുവേഷൻ അല്ല. ദിസ് ജസ്റ്റ് ലൈക്ക് എനി അതർ ഡിസീസ്. എനിക്കൊരു അസുഖം വരുന്നത്, ഏത് അസുഖമാണെങ്കിലും പല അസുഖങ്ങളും ബെറ്ററാണ്. യു ടേക്ക് എ ഹാർട്ട് അറ്റാക്ക്. ഹാർട്ട് അറ്റാക്കിൽ 50% of the patients are not able to reach a hospital before that they die. 50%? Yes, before that too in a developed country. കാരണം because of the complications, arrhythmia എല്ലാം വന്ന് they die. They are not able to reach a hospital. ക്യാൻസർ പേഷ്യൻറ്റ് നമ്മൾ തല്ലിക്കൊന്നാലും ചാവില്ല അൺലെസ് യു ടേക്ക് എ ഡിസിഷൻ നോട്ട് ടു ഗോ ടു ഹോസ്പിറ്റൽ. അതുപോലെ മാത്രമല്ല, സപ്പോസ് യു ടേക്ക് ഒരു കിഡ്നി പേഷ്യൻ്റ് അല്ലെങ്കിൽ ടേക്ക് എ ഡയബറ്റിക് പേഷ്യൻ്റ് ഈസ് ഓൺ ഡ്രഗ് ഫോർ ഹിസ് ലൈഫ് ലോങ് മെനി ടൈംസ് അല്ലേ. ഇൻസുലിൻ അല്ലെങ്കിൽ ഡ്രഗ് എന്തെങ്കിലും എടുത്തുകൊണ്ടിരിക്കാൻ പറ്റുള്ളൂ. ക്യാൻസർ പേഷ്യൻസ് വൺസ് ദേ ഫിനിഷ് ഓഫ് ദ ട്രീറ്റ്മെൻറ്റ് ഔട്ട് ഓഫ് ദി ഡിസീസ് ദേ ആർ ജസ്റ്റ് ലൈക്ക് എനി അതർ നോർമൽ പേഴ്സൺ. ദേ ആർ നോട്ട് ഓൺ എനി ഡ്രഗ്സ്, നോട്ട് ഓൺ എനി റെസ്ട്രിക്ഷൻസ്. നോർമൽ ലൈഫിലേക്ക് പോവുക. പക്ഷേ അത് ക്യാൻസറിൻ്റെ പേടിയാണ്. അപ്പോൾ ക്യാൻസറിൻ്റെ മനസ്സിലുള്ള പേടിയാണ് ആദ്യം എടുത്ത് കളയേണ്ടത്. രണ്ടാമത്തേത്, യു ഷുഡ് ബി ബോൾഡ് ഇനഫ് ടു ഡിസ്ക്ലോസ് ആൻഡ് സേ ദാറ്റ് ഐ ഗോട്ട് എ ക്യാൻസർ. നമ്മളത് ചെയ്തില്ലെങ്കിൽ യു ആർ ഗോയിങ് ടു ഗോ ത്രൂ എ സിവിയർ മെൻ്റൽ സ്ട്രെയിൻ. ഇത് ഹൈഡ് ചെയ്തുകൊണ്ട് നടക്കാൻ ശ്രമം. അത് രണ്ടാമത്തെ പാർട്ടാണ്. മൂന്നത്തെ, യു ടു ഗോ ഫോർ പ്രോപ്പർ ട്രീറ്റ്മെൻറ്റ്. ഏത് സെൻ്റർ ആണെങ്കിലും ടേക്ക് എ പ്രോപ്പർ പ്ലേസ്, ഗോ ഫോർ ട്രീറ്റ്മെൻറ്റ് ആൻഡ് ഫോളോ ദി പാത്ത് പ്രിസ്ക്രൈബ് ഫോർ യു. ട്രീറ്റ്മെൻറ്റ് അതുപോലെ. അതിന് നമ്പർ 1 എക്സാമ്പിൾ ഇന്നസെൻ്റാണ്. ഇന്നസെൻ്റ് വാസ് വെരി ഇന്നസെൻ്റ്. എല്ലാ ഓപ്ഷൻസാണ്. പക്ഷേ ഇന്നസെൻ്റ് വാസ് വെരി പർട്ടിക്കുലർ ദാറ്റ്
ദിസ് ഈസ് എ ട്രീറ്റ്മെൻറ്റ് ടു ഗോ. ഞാൻ എൻ്റെ അടുത്ത് വരുന്നുള്ളതല്ല, പക്ഷേ പ്രോപ്പർ ട്രീറ്റ്മെൻറ്റിൽ പോകുന്നത് ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. ട്രീറ്റ്മെൻറ്റ് പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ഫോളോ അപ്പും. ബിക്കോസ് ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞാലും ടിൽ ദ ഡോക്ടർ സേസ് യെസ് ഡോണ്ട് കം ഫോർ എ ഫോളോ അപ്പ്, ഗോ ഫോർ എ ഫോളോ അപ്പ്. ബിക്കോസ് 5 years വരെ നമുക്ക് മിക്കവാറും എല്ലാ ക്യാൻസറിലും വരാൻ തിരിച്ചു വരാനുള്ള സാധ്യതയുണ്ട്. ബ്രസ്റ്റ് ക്യാൻസർ ഈവൻ അപ് ടു അബൌട്ട് 10 years. അതുകൊണ്ട് ഡോക്ടർ പറഞ്ഞ പോലെ യു ടു ഗോ ഫോർ എ ചെക്കപ്പ്. അതുകൊണ്ട് ക്യാൻസറിനെ പേടിക്കല്ല വേണ്ട. അപ്പോൾ നമ്മളൊരു ക്യാപ്ഷൻ കൊടുക്കുന്നത് അറിയോ, KNOW ആണ്, നോ ക്യാൻസർ. അങ്ങനെയാണെങ്കിൽ ദർ ഇസ് നോ ക്യാൻസർ, നോ ക്യാൻസറാണ്. ഡോക്ടർ, അനദർ ആസ്പെക്ട് ഇസ്, എൻ്റെ ഒരു ഫാമിലി മെമ്പറിന് അല്ലെങ്കിൽ എൻ്റെ ക്ലോസ് ആയിട്ടുള്ള ഒരു വ്യക്തിക്ക് ക്യാൻസർ ഉണ്ടെങ്കിൽ ഹൗ ഷുഡ് ഐ റെസ്പോണ്ട്? ചെയ്യേണ്ടത് ഒരിക്കലും കൂടെ പോയിരുന്ന് കരയരുത്. ബിക്കോസ് ദേ ഡോണ്ട് എൻ്റർടൈൻ യുവർ സിമ്പതി അറ്റ് ഓൾ. ചെയ്യരുത്. അങ്ങനെ ഉണ്ടെങ്കിൽ ആ ഭാഗത്തേക്ക് പോകരുത്. നമ്മളവിടെ പോയിരുന്ന് കൂടെ കരയൊക്കെ ആണെങ്കിൽ പോകാൻ പാടില്ല. ബിക്കോസ് ദാറ്റ്സ് ഗോയിങ് ടു സ്പോയിൽ ദെയർ മൊറൽ. അവരുടെ ഒരു പോസിറ്റിവിറ്റി, അവർക്ക് പോസിറ്റിവിറ്റി കൊടുക്കാൻ സാധിക്കണം. ആ പോസിറ്റിവിറ്റി കൊടുക്കുമ്പോൾ നമ്മൾ ചെന്നിരുന്നാലും നമുക്ക് ചെയ്യാൻ പറ്റും. അത് നമുക്ക് അവരെ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ട് ട്രീറ്റ്മെൻറ്റിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കണം ആദ്യമേ തന്നെ. ദാറ്റ്സ് വൺ തിങ്. വി ആർ നോട്ട് ഡൂയിങ് ദാറ്റ്. ആൻഡ് യു ഹാവ് ടു ടെൽ ദം. നമ്മൾ കൊടുക്കേണ്ട സ്റ്റോറീസ് മുഴുവൻ സക്സസ് സ്റ്റോറീസ് ആയിരിക്കണം. അപ്പോൾ ഞങ്ങൾ എന്താണ് എളുപ്പവഴി കാണുക. ഇപ്പോൾ സപ്പോസ് ദർ ഇസ് എ പേഷ്യൻറ്റ് കമ്മിങ് ടു മീ വിത്ത് എ പ്രോബ്ലം. എനിക്ക് ഏറ്റവും എളുപ്പം ഇതേ ഡിസീസായിട്ട് ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് തിരിച്ചു പോയിട്ട് ഹു ആർ ലീഡിങ് എ നോർമൽ ലൈഫ്, അയാളുടെ ഫോൺ നമ്പർ കൊടുത്താൽ മാത്രം മതി. He'll take care of the rest. Because he would have gone through the whole thing. He would have gone faced it. He would be a successful man. സുഖമായിട്ട് ജീവിക്കുക. And he would have married, കുട്ടികളായി കാണും. And just talk to him for about 5 minutes. ഞാൻ അരമണിക്കൂർ ഇവിടെ നിന്ന് ആ പേഷ്യനെ കൺവിൻസ് ചെയ്യുന്നതിനേക്കാൾ he will take care hardly 5 minutes. I have a family member who's an inspiration like that to many others. Now there are lot of them. കോച്ചിൻ ക്യാൻസർ സൊസൈറ്റി ഞങ്ങളുടെ ഏറ്റവും അഡ്വാൻറ്റേജ് അതാണ്. ഇപ്പം എനിക്ക് എല്ലാവരും ലിസ്റ്റുണ്ട്. ലിംഫോമ എഴുതുന്ന ആൾ, മൈലോമ എഴുതുന്ന ആളായിരിക്കും, ജെയിംസ്. 5 minutes മതി ആ പേഷ്യൻ്റെ അടുത്തേക്ക് പറഞ്ഞു വിട്ടാൽ ഫോൺ മതിയല്ല. ഫോണിൽ ദേ സ്പീക്ക്. യങ് ആയിട്ടുള്ള പേഷ്യൻസ് ഉണ്ടല്ലോ, അപ്രിയൻഷൻസ് പലപ്പോൾ അവർക്ക് കൂടുതൽ. ബിക്കോസ് ദേ ആർ ജസ്റ്റ് കമ്മിങ് അപ്പ് ദർ ലൈഫ്. അപ്പം പഠിക്കാൻ പറ്റുമോ, ജോലിക്ക് പോകാൻ പറ്റുമോ, കുട്ടികളുണ്ടാവുമോ, ക്യാൻ ദേ ഗോ ബാക്ക് ടു നോർമൽ ലൈഫ്, ഇതൊക്കെയാണ് യൂഷ്വൽ. ദറ്റ്സ് എ വെരി ജെന്യുവൻ ക്വസ്റ്റ്യൻസ് ആണ്. അത് ആൻസർ ചെയ്യാൻ ഒരാൾ മതി. ഒരാൾ പഠിച്ചു, അയാൾ ജോലിയായി, മാരേജ് കഴിഞ്ഞ് കുട്ടികളുടെ ജോലി ചെയ്താൽ സിനഫ് ഫോർ ഹിം ടു ഹിയർ ദാറ്റ് യെസ് പോസിബിൾ. അപ്പോൾ അത് അങ്ങനെ കൊടുക്കാനാണ് ഏറ്റവും എളുപ്പം. അപ്പോൾ ആ ഒരു പോസിറ്റിവിറ്റി ക്രിയേറ്റ് ചെയ്യാൻ മെൻറ്റാലിറ്റിയോടെ പോകാനുള്ളൂ. നമ്മൾ അവിടെ പോയിരുന്ന അയ്യോ എൻ്റെ ഒരു ഫ്രണ്ട് കഴിഞ്ഞ ദിവസം മരിച്ചു പോയി, എന്ത് കഷ്ടമായിപ്പോയി മരിക്കുക, അല്ലെങ്കിൽ അവിടെ പോയിരുന്ന പേഷ്യൻ്റ് പോയി പോയിട്ട് കഷ്ടമായിപ്പോയി, ഇങ്ങനെ അസുഖം വരാൻ പാടില്ലായിരുന്നു, ഇതൊന്നും ഇസ് നോട്ട് യുവർ ടോപ്പിക് ഓഫ് ടോക്ക്. അവരെ എൻ്റർടൈൻ ചെയ്യൂല. സിമ്പതിയായിട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് ഡേ വിൽ ഗോ, സെക്കൻഡ് ഡേ വിൽ ക്ലോസ് ദി ഡോർസ്, വരണ്ടെന്ന് പറയും. ഓക്കെ ഡോക്ടർ, വി ആർ കമ്മിങ് ടു ദ ബാക്ക് എൻഡ് ഓഫ് ദ ഷോ. ഡോക്ടറിനോട് ചോദിക്കേണ്ട ചോദ്യമാണിത്. നമ്മുടെ ഐ ആം എന്നാണ് ഷോയിൻ്റെ പേര്. അപ്പോൾ ഐ ആം ഡാഷ് എന്ന് പൂരിപ്പിക്കണമെങ്കിൽ ആ ഡാഷിൽ എന്ത് വാക്കാണ് ഉപയോഗിക്കേണ്ടത് ഡോക്ടർ? ഞാൻ പറയും ഐ എം വെരി സാറ്റിസ്ഫൈഡ് മാൻ. പ്രൊഫഷണലി, നോൺ പ്രൊഫഷണലി ഓൾസോ, നോട്ട് ഇൻ ദി പ്രൊഫഷണൽസ്. കാര്യം ഐ ആമിൽ ഞാൻ എപ്പോഴും വാട്ട് ഐ ബിലീവ് ഈസ് ദാറ്റ് ഐ ആം എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ഇമ്മീഡിയറ്റ്ലി നമ്മുടെ മുന്നിൽ വരുന്നത് ഇസ് യുവർ ലൈഫ് സക്സസ്ഫുൾ എന്നല്ല ചോദിക്കുക. ഇപ്പം ഞാൻ ഐ ആം എ ഡോക്ടർ എന്ന് പറഞ്ഞാൽ ഐ എം എ ഡോക്ടർ, ഐ എം എ ഹ്യൂമൻ ബീങ്, ഐ എം ഹ്യൂമൻ ബീങ്. പക്ഷേ ലിവിങ് എ ഹ്യൂമൻ ലൈഫ് ഈസ് എ ഹ്യൂമൻ ബീങ് എന്നാണ് ഞാൻ പറയുന്നത് കേട്ടോ. അപ്പോൾ സക്സസ് ഇൻ ലൈഫ് ഇമ്പോർട്ടൻ്റാണ്. ഹൗ ഡു യു ഡിഫൈൻ യുവർ സക്സസ് ഇൻ ലൈഫ്? സോ ഐ ആം എ സക്സസ്ഫുൾ മാൻ എന്ന് പറയാൻ എൻ്റെ അർത്ഥം എനിക്ക് ഇഷ്ടംപോലെ കോടികളുണ്ടാക്കി, ഞാൻ കോടികളുടെ വീടുകളും കാറും, അതല്ല ഉദ്ദേശിക്കുന്നത്. ഞാൻ എൻ്റെ ഡെഫിനിഷൻ സക്സസ് എങ്ങനെ അറിയാമോ? ഞാൻ പറയുന്നത് നമ്മളാവശ്യപ്പെടാതെ നമ്മുടെ വീട്ടിൽ ശബരിമലയിലെ പ്രസാദവും വേളങ്കണ്ണി മാതാവിൻ്റെ രൂപവും മക്കേന സംസം വെള്ളവും കൊണ്ടുതരാനായിട്ട് എന്ന ആൾക്കാരുണ്ടാകുമോ, വിത്തൗട്ട് യു ആസ്കിങ് ഫോർ ദാറ്റ്, ദെൻ യുവർ ലൈഫ് ഇസ് കംപ്ലീറ്റ് സക്സസ്ഫുൾ. അതെടുക്കുകയാണെങ്കിൽ ഞാൻ പറയും ഐ എം എ വെരി സക്സസ്ഫുൾ മാൻ. ഐ ആമിൻ്റെ കൂടെ ഞാൻ ആഡ് ചെയ്യും ഐ എം എ വെരി സക്സസ്ഫുൾ മാൻ. കാരണം എനിക്ക് ഇന്ന് മിക്കവാറും എല്ലാ ആഴ്ചയിലും ഗുരുവായൂർ പ്രസാദം കിട്ടും. ശബരിമല സീസണിൽ യു ഗെറ്റ്, ശബരിമല പോയിട്ട് വരുന്ന ആൾക്കാരാണ്. സംസം വെള്ളം ഇഷ്ടം പോലെ പോയിട്ട് വരുന്നവർ, വെള്ളാങ്കണ്ണി പോയിട്ട് വരുന്നവർ വെള്ളാങ്കണ്ണി രൂപം കൊണ്ട് തരും. വാട്ട് എൽസ് യു വാണ്ട് ഇൻ യുവർ ലൈഫ്? യുവർ ഇഷ്ടംപോലെ ഫ്രണ്ട്സ്, ഇഷ്ടംപോലെ ചുറ്റും ആൾക്കാർ ഹു
ഫീൽ ദാറ്റ് ഞാൻ തുടങ്ങിയ സമയത്ത് നമ്മൾ എത്തുക ഐ ബിലോങ് ടു ദം, ദേ ബിലോങ് ടു യു. അതിൻ്റെയൊക്കെ സുഖം എന്ന് പറഞ്ഞാൽ നമുക്ക് എനിക്ക് ഷർട്ടും പാൻറ്റും വാങ്ങിച്ച കാര്യം ഞാൻ മറന്നുപോയി. ഷർട്ട്സ് എസ്പെഷ്യലി it's just being sent to you, brought and sent. അത് നോട്ട് ബിക്കോസ് ഓഫ് എൻ്റെ പവർ പൊസിഷൻ കൊണ്ടോ അല്ലെങ്കിൽ ദാറ്റ് ഇസ് വയർ വി എൻജോയ്. നമ്മുടെ പവർ അല്ല ഇമ്പോർട്ടൻറ്റ്, വേർ യു ആർ ആൻഡ് വാട്ട് ഈസ് യുവർ പൊസിഷൻ അല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. ബിക്കോസ് ഷിയർ ലവ്. ഇന്ന് രാവിലെ ഒരാൾ പാലക്കാട് നിന്ന് വിളിച്ച് പറഞ്ഞാൽ എന്താണെന്നറിയോ, അവരുടെ ഫാമിലി ടെമ്പിൾ അവിടെ ഐ ഹാഡ് മൈ ബർത്ത്ഡേ ലാസ്റ്റ് വീക്ക്. അന്ന് ഞാനൊരു നേർച്ച നേർന്നിട്ടുണ്ട്, ഒരു ദിവസം വന്നിട്ട് ആ പൂജയെ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. അതുപോലെ തന്നെ നടക്കാൻ നിന്നുകൊണ്ട് ചിലപ്പോൾ ഫോൺ വരും, മോൻ്റെ നാൾ ഞാൻ മറന്നുപോയി, ഡോക്ടർ നാളെ ഞാൻ ഓർക്കുന്നുണ്ട്, മോൻ്റെ നാൾ പറഞ്ഞു, മോളുടെ നാൾ, എൻ്റെ വൈഫിൻ്റെ നാൾ മറന്നുപോയി. ദേ ആർ ഓഫറിങ് പ്രേയേഴ്സ്. അങ്ങനെ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആൾക്കാരുണ്ടെങ്കിൽ നമുക്ക് വി ഫീൽ ദാറ്റ് യുവർ ലൈഫ് ഈസ് കംപ്ലീറ്റ്. ഞാനത് ശരിക്കും അനുഭവിച്ചറിഞ്ഞത് എനിക്ക് ഹാർട്ട് അറ്റാക്ക് വന്ന സമയത്താണ്. ഒരു 6-7 മാസത്തോളം ഐ ഹാഡ് ടു ഗോ ടു ഡിഫറെൻറ്റ് ടെമ്പിൾസ്, മോസ്ക് ആൻഡ് ചർച്ചസ് ബിക്കോസ് ദേ ഹാഡ് ഓഫേർഡ്. നേർച്ച ഉണ്ടായിരുന്നു. ആ നേർച്ച പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ടാണ്. അത് ഇന്ന ജാതി മതമൊന്നുമില്ല അതിനകത്ത്, എവരിബഡി ഈസ് ദെയർ. And I was even surprised to hear that one priest came and said that they were doing a prayer meeting in one place. അപ്പോഴാണ് ഇത് അറിയുന്നത്. So they stopped that in the middle and the next 1 hour the prayer was for me. ഞാൻ പറയാം ഡോക്ടർ ഐ ആം സക്സസ്ഫുൾ അല്ല, ഡോക്ടർ പറയണ്ടേ ഐ ആം ബ്ലെസ്ഡ് എന്നാണ്. താങ്ക്സ് സോ മച്ച് ഫോർ ബീങ് എ പാർട്ട് ഓഫ് അവർ ഷോ. ഒത്തിരി സന്തോഷമുണ്ട് സർ വന്നതിന്. ഞങ്ങളുടെ വക ഒരു ചെറിയ ഗിഫ്റ്റ്, തേങ്ങ കൊക്കോ എന്ന് പറഞ്ഞൊരു ബ്രാൻഡാണ്, ബേസിക്കലി അബൌട്ട് സസ്റ്റൈനബിൾ ലിവിങ്. ഇത് സ്റ്റാർട്ടഡ് ആയിട്ടുള്ള കോക്കനട്ട് ഷെൽസിൽ നിന്ന് ഉണ്ടാക്കുന്ന കട്ട്ലറിയാണ്. ഒരു വിമൻസ് എന്റർപ്രൈസ് ആണ് ഇത്. സ്മോൾ സ്കെയിൽ. നല്ല സാധനം. ഇതിലൊക്കെ നമ്മൾ പണ്ട് കഞ്ഞി കുടിച്ചിട്ടുണ്ട്. നമ്മുടെ അന്നത്തെ പാത്രങ്ങളും ഒക്കെ നമുക്ക് ഇതുപോലത്തെ പാത്രങ്ങളായിരുന്നു. നമുക്ക് കഴിക്കുന്നതിന് സ്റ്റീൽ പാത്രങ്ങളല്ലായിരുന്നു, പ്ലാവിലകളായിരുന്നു. നമ്മൾ കഞ്ഞി കുടിച്ചിരുന്നത്. അതെ, പ്ലാവില കൊണ്ട് കഞ്ഞി കുടിച്ചിരുന്നത്. നിലത്ത് പായി കുത്തി വെക്കുന്ന. താങ്ക് യു ഡോക്ടർ. താങ്ക് യു.